അത് കൂട്ടാനാണ് അവൻ ഇത്രയും ചെയ്യുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. ഇവനും ഒരു അക്കാസ്കി മെമ്പറാണ്. എന്നെ കൊണ്ട് ഒരിക്കലും ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. ഇവൻ ഒറ്റ ഒരുത്തനാണ് സാസുകയുടെ മനസ്സ് മാറ്റി ഇപ്പൊ നമുക്ക് നേരെ തിരിച്ചിരിക്കുന്നത്. അതിന് ടോബി പറയും, ഈ ഒരു വൈരാഗ്യം അതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് ഉച്ചിഹ ക്ലാന്റെ ശാപമാണ്. സെയ്ജ് ഓഫ് സിക്സ് പാത്ത് അന്നു മുതലാണ് ഈ ശത്രുത അത് ആരംഭിച്ചത്. ഇപ്പൊ സാസുകയിലൂടെ അത് മുൻപോട്ട് പോകുന്നു. അവനിപ്പോ ലീഫ് വില്ലേജ് അത് ഡിസ്ട്രോയ് ചെയ്യണം എന്ന സ്വന്തമായ ആഗ്രഹത്താലാണ് എന്റെ അടുത്തേക്ക് വന്നത്. അല്ലാതെ ഞാൻ ആരെയും റിവെഞ്ച് എടുക്കാനായിട്ട് നിർബന്ധിക്കുകയോ അക്കാസ്കി ടീമിലേക്ക് വിളിക്കുകയോ ചെയ്തിട്ടില്ല. ആക്ച്വലി സെയ്ജ് ഓഫ് സിക്സ് പാത്തിന്റെ ഏറ്റവും വലിയ ഈ ലോകം മുഴുവൻ സമാധാനം കൊണ്ടുവരിക എന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് പൂർത്തീകരിക്കുന്നതിന് മുൻപേ അദ്ദേഹം പോയി. അതുകൊണ്ട് തന്നെ അവസാന സമയത്ത് സെയ്ജ് ആളുടെ രണ്ടു മക്കൾക്കും ആളുടെ ജിപ്സു അത് പറഞ്ഞു കൊടുത്തു. മൂത്ത മകന് അവന് സെയ്ജ് ഐസ് ഉണ്ട്, മാത്രമല്ല മെന്റൽ എനർജിയും ഫിസിക്കൽ എനർജിയും അവന് ഒരുപാടുണ്ട്. രണ്ടാമത്തെ മകന് സെയ്ജ് ബോഡിയും മെന്റലിയും ഫിസിക്കലിയും ഉള്ള പവറും ഉണ്ട്. സെയ്ജ് മരിക്കുന്നതിന് മുൻപ് അതിലൊരാളെ തെരഞ്ഞെടുത്തു. അന്നു മുതലാണ് ഈ ഒരു പക അത് ഉടലെടുത്തത്. കാരണം ആളുടെ മൂത്ത മകന് പവർ ഒരുപാട് അധികമാണ്. പക്ഷെ രണ്ടാമത്തെ മകന് പവറിനോടൊപ്പം തന്നെ സ്നേഹമുണ്ട്. അവൻ എപ്പോഴും അവന്റെ അച്ഛനോട് കൂടെ ചേർന്ന് നിന്നിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹവും രണ്ടാമത്തെ മകനെ സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ വർഷങ്ങൾ പോകുന്തോറും ഇവര് രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഓൾഡർ ബ്രദർ അവൻ ഉച്ചിഹയും യങ്ങർ ബ്രദർ അവൻ സെഞ്ചു ആയിരുന്നു. സെഞ്ചു ഉച്ചിഹയും അവർ വിൽ ഓഫ് ഫയറിനും റിവെഞ്ചിനും വേണ്ടിയാണ് അവരുടെ ഫൈറ്റ് അത് നടത്തിയിരുന്നത്. ഇപ്പൊ നീയും സാസുകയും ഏറെക്കുറെ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ അതുപോലെ തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും കേസാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നീയും സാസുകയും നിങ്ങൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്താ ഇവിടെ സാസുകയും റെയ്ക്കാകയും അവർ രണ്ടുപേരും അവരുടെ ബ്രഹ്മാണ്ഡ ജിപ്സോ ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ പൊരിഞ്ഞ ഫൈറ്റാണ്. സാസുക അവന്റെ ചിത്തോരി പവർ വെച്ച് റെയ്ക്കാകെ അട്ടിക്കും. പക്ഷെ റെയ്ക്കാകയ്ക്കും ലൈറ്റ്നിങ് പവർ ആയതുകൊണ്ട് തന്നെ അവന്റെ ചിത്തോരി പവർ അത് കറക്റ്റ് ആയിട്ട് ആളുടെ ബോഡിയിൽ വർക്ക് ആവില്ല. റെയ്ക്കാകെ ആള് കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ സാസുകയെ ഫുൾ സ്പീഡില് നിലത്ത് കറക്കി അടിക്കും. ആ ഒരു അടിയുടെ പവറില് ആ സ്ഥലം തന്നെ ഇപ്പൊ തകർന്ന് തരിപ്പണാവും. പക്ഷെ സാസുക അവനിപ്പോ അവന്റെ മങ്കിക്യൂ ഷെരിങ്ങം കണ്ണ് അത് ഓപ്പൺ ചെയ്ത് ഇപ്പൊ റെയ്ക്കാകെ നോക്കും. അവന്റെ മങ്കിക്യൂ ഷെരിങ്ങം കണ്ണ് കണ്ട് ഇപ്പൊ റെയ്ക്കാകെ ആൾ ഒരു സെക്കൻഡ് ഷോക്കായി പോവും. ഇവിടെ അവൻ സാസുകയുടെ ഗെഞ്ചിപ്സുവില് അങ്ങനെ കുടുങ്ങിക്കിടക്കാണ്. ഇപ്പൊ റൗണ്ട് ചെയ്യാൻ തുടങ്ങും. സാസുകയ്ക്കാണെങ്കില് ഇപ്പൊ യാതൊരു കുലുക്കവും ഉണ്ടാവില്ല. അവനവന്റെ മങ്കിക്കു ഷെരിങ്ങം കണ്ണ് അത് തുറന്നു പിടിച്ച് ഇപ്പൊ ഹായ് ആയിട്ട് അങ്ങനെ നിൽക്കും. മറ്റൊരു ഭാഗത്ത് സുഗട്സു അവനൊന്ന് അനങ്ങാൻ പോലും കഴിയാതെ ഇപ്പൊ ലോക്കായിട്ട് കിടക്കാണ്. ഇവിടെ സാസുക അവൻ കൂടുതൽ പവർ അവന്റെ കണ്ണിലേക്ക് കൊണ്ടുവരും. ചോര തുളുമ്പി ഒരു കൂസലും ഇല്ലാതെ അവൻ അങ്ങനെ നോക്കി നിൽക്കും. സാസുക ഫുൾ കലിപ്പില് ആമത്രാസ് എന്ന് വിളിച്ചു കാറും. അപ്പൊ കറക്റ്റ് ആയിട്ട് ആമത്തറാസ് പവർ അത് റെയ്ക്കാഗയുടെ നേർക്ക് വരും. പക്ഷെ ആള് ജസ്റ്റ് മിസ്സിന് വെട്ടിത്തിരിയും. ആമത്തറാസ് പവർ അത് നേരെ ചെന്ന് ഒരു സാമുറായിയെ ഇപ്പൊ കത്തിക്കരിക്കാൻ തുടങ്ങും. ഉടനെ ഞെട്ടി എഴുന്നേക്കും. ഇവനെ കൊണ്ടെങ്ങനെ ആമത്തറാസ് പവർ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞു? ആ ബ്ലാക്ക് ഫ്ലെയിം അതൊരു കമ്മോഡിറ്റി, അത് കത്തിത്തീരാതെ അണയില്ല. കട്ട് ചെയ്ത സാസുക അവൻ അമത്തറാസ് ഫയർ അത് ഫുള്ളായിട്ട് ഒരു ഗാർഡാക്കി മാറ്റി അവന്റെ ബോഡി അങ്ങനെ കവർ ചെയ്ത് പിടിക്കും. ഷോക്കായിട്ട് പറയും അവന്റെ പവർ അത് ഹിറ്റാച്ചിയെ കഴിഞ്ഞും മുകളിലാണ്. അപ്പൊ അതേ സമയത്ത് റെയ്ക്കാകെ ആളുടെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് സാസുകെ അടിച്ചു തെറിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അമത്തറാസ് ഫയർ അത് ആളുടെ ലെഫ്റ്റ് ഹാൻഡ് മുഴുവനായിട്ടും ഇപ്പൊ സ്പ്രെഡ് ആവാൻ തുടങ്ങും. റെയ്ക്കാക വീണ്ടും ഫുൾ സ്പീഡിൽ ഓടി വന്ന് സാസുകയെ ചവിട്ടാനായിട്ട് ഇപ്പൊ ചാടി അങ്ങോട്ട് വരും. ആ സമയത്ത് സാസുക അവൻ ഫയർ കൺട്രോൾ ചെയ്ത് റെയ്ക്കാകെ ഇടിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. അവര് രണ്ടുപേരും ഇപ്പൊ ക്ലോസ് എത്തിയ ഉടനെ നമ്മുടെ ഗാറ അവനവന്റെ സാൻഡ് പവർ വെച്ച് ഇപ്പൊ റെയ്ക്കാകെ കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യും. പക്ഷെ എന്താ റെയ്ക്കാകയുടെ കാലില് ഇപ്പൊ ചെറുതായിട്ട് തീ പിടിക്കും. ടെമരി അവളുടെ പവർ ഉപയോഗിച്ച് സാസുകയുടെ ഫയർ അത് അണയ്ക്കാൻ ശ്രമിക്കും. അപ്പൊ കങ്കൂറ അവൻ റെയ്ക്കാകയുടെ ഡ്രസ്സ് അത് അങ്ങനെ റിമൂവ് ചെയ്യും. അപ്പൊ ഗാറ ഇപ്പൊ ബാക്കിയുള്ള എല്ലാവരോടും അവിടുന്ന് പോകാൻ പറയും. അവൻ പറയും